ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എയർലൈൻ ടോപ്പാണ്. എയർലൈൻ ടോപ്പ് വിത്ത് എക്സ്റ്റൻഡഡ് സ്ലീവ്, അതായത് ടോപ്പിൽ തന്നെ സ്ലീവ് വരുന്നൊരു മോഡലാണ്. അപ്പോൾ അതിൽ നമുക്ക് എക്സ്ട്രാ സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നില്ല, ടോപ്പിൽ തന്നെ സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. 30 ഇഞ്ച് ലെങ്ത്തുള്ളൊരു കുട്ടിക്കാണ്. അപ്പോൾ അതിന് നമ്മൾ 30 ഇഞ്ച് ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് തേൽത്തുമ്പും കൂടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ടൊന്ന് ലൈൻ വരഞ്ഞിട്ട് അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് 30 ഇഞ്ചാണ് ലെങ്ത്ത്. അപ്പോൾ നമുക്ക് ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് തേൽത്തുമ്പും കൂടെ കൊടുക്കണം. അപ്പോൾ 31.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. നമ്മൾ 31.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ അളവാണ്. ഷോൾഡർ അളവെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഷോൾഡർ അളവ് എടുക്കുന്നത് ഷോൾഡർ അളവിൻ്റെ /2. അങ്ങനെയാണ് നമ്മൾ സാധാരണ എല്ലാത്തിനും ഷോൾഡർ എടുക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ഈ എക്സ്റ്റൻഡ് സ്ലീവിന്, അതായത് ഇതിൽ ചേർന്ന് തന്നെ നിൽക്കുന്ന സ്ലീവാണ്. നമ്മളിത് വേറെ സ്ലീവ് ജോയിൻ ചെയ്യാനല്ല, ഇതിനോട് ചേർന്നുള്ള സ്ലീവാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഷോൾഡർ എടുക്കുന്ന സമയത്ത് ഷോൾഡറിൻ്റെ അളവല്ല എടുക്കുക, നമ്മൾ എടുക്കേണ്ടത് ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റ് അളവ് /4, അതായത് ചെസ്റ്റിൻ്റെ 25 ഹരിക്കണം 4, 6.25 വരും. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അളവ് 6.25 മാർക്ക് ചെയ്യാം. 6.25 മാർക്ക് ചെയ്ത് പ്ലസ് 3/4 ഇഞ്ച് നമുക്ക് ലൂസും കൂടെ മാർക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് ആം ഹോളിൻ്റെ അളവാണ് പിന്നെ എടുക്കേണ്ടത്. ആം ഹോളിൻ്റെ അളവ് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ആദ്യം നമുക്ക് ലൈൻ വരച്ചെടുക്കാം. ലൈൻ വരഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് എടുക്കണം. ആം ഹോൾ റൗണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 12 ഇഞ്ചാണ്. അപ്പോൾ ആം ഹോൾ റൗണ്ട് 12 ഇഞ്ച് എടുക്കും. ആം ഹോൾ റൗണ്ട് എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയാമല്ലോ അല്ലേ? ആം ഹോളിൻ്റെ ഈ കൈക്കുഴിക്ക് ചുറ്റും അളവെടുക്കുക. അങ്ങനെയാണ് ആം ഹോൾ റൗണ്ടിൻ്റെ അളവെടുക്കുക. ആം ഹോൾ റൗണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 12 ഇഞ്ചാണ്. അപ്പോൾ 12 ഇഞ്ചിൻ്റെ 12 ഹരിക്കണം /2, അപ്പോൾ 6 ഇഞ്ച് വരും. അപ്പോൾ ആം ഹോൾ റൗണ്ട് നമുക്ക് 6 ഇഞ്ച് എടുത്തു. ഇതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആം ഹോൾ റൗണ്ടിൽ നമ്മൾ 1/2 ഇഞ്ച് സ്ലോപ്പ്, ഇവിടെ 1/2 ഇഞ്ച് സ്ലോപ്പ് ഇങ്ങനെ ചെരിച്ച് കൊടുക്കുമല്ലോ, അതിൻ്റെ 1/2 ഇഞ്ച് സ്ലോപ്പ് നമ്മൾ മാർക്ക് ചെയ്യണം. പിന്നെ നമുക്ക് 3/4 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്യണം. പിന്നെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. ഇങ്ങനെയാണ് ഇതിൻ്റെ താഴത്തെ മാർക്ക് ചെയ്യുക. ഇപ്പം അത് നമുക്ക് ഇവിടെ നിന്ന് നേരെ ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും ചെസ്റ്റ് മാർക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു, ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ചെസ്റ്റ് അളവ് /4, അത് തന്നെയാണ് ചെസ്റ്റ് അളവിൻ്റെ /25 ചെസ്റ്റ് അളവ് വരുന്നത്. ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ /4. നമുക്കിവിടെ 25ആണ് ചെസ്റ്റ് അളവ്. അപ്പോൾ ഹരിക്കണം 4 ചേർക്കുമ്പോൾ നമുക്ക് 6.25 വരും. അപ്പോൾ നമ്മൾ 6.25 മാർക്ക് ചെയ്തു, പ്ലസ് 3/4 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. 1/2 ഇഞ്ച് നമ്മൾ ഇതിൽ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുള്ളൂ, അധികം മാർക്ക് ചെയ്യില്ല. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മതി, അപ്പോഴേ നമുക്കിവിടെ ഷേപ്പിൽ നിൽക്കുകയുള്ളൂ. അധികം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്താൽ ഇവിടെ ഒരു വൃത്തി കിട്ടുമല്ലോ, അതുകൊണ്ടാണ് നമ്മളിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഷേപ്പ് ലെങ്ത്താണ്. അപ്പോൾ ഷേപ്പ് ലെങ്ത് ഇപ്പോൾ നമ്മൾ വലിയവർക്ക് നമ്മൾ എത്രയാണോ വരുന്നത് അത് മാർക്ക് ചെയ്യും. നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ ഷേപ്പ് ലെങ്ത്ത് അതേമാതിരി ഹിപ്പ് ലെങ്ത്ത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കുട്ടികളുടെ ഹിപ്പ് ലെങ്ത്ത് നമ്മൾ അളവെടുത്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ വലിയവരുടെ ആയാലും കുട്ടികളുടെ ആയാലും അളവെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കാൽക്കുലേഷനാണ്. ചെസ്റ്റ് അളവ് ഹരിക്കണം 2. ഇത് എത്രയാണോ വരുന്നത് അത്ര നമുക്ക് കുട്ടികളുടെ ഹിപ്പ് ലെങ്ത്ത് എടുക്കാം. ഇപ്പോൾ വലിയവർക്കാവുമ്പോൾ ഇത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു അളവിലെടുക്കാൻ പറ്റില്ല. നമുക്ക് ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ട് എടുക്കണം. ശരീരത്തിൽ നിന്ന് അളവെടുത്ത് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രം നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. അപ്പോഴും വലിയവർക്കാവുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1-2 ഇഞ്ച് അധികം എക്സ്ട്രാ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കറക്റ്റ് ആവില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 36 ഇഞ്ച് ചെസ്റ്റ് അളവ് ഉണ്ടെങ്കിൽ /2 എന്ന് വരുമ്പോൾ 18 ഇഞ്ചേ വരുള്ളൂ. ഇപ്പോൾ ഈ 18 ഇഞ്ച് ഏകദേശം മീഡിയം ആൾക്കാർക്ക് 18 ഇഞ്ച് ഓക്കെയാണ്. പക്ഷേങ്കിൽ നമ്മൾ ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ ഈ 18 ഇഞ്ച് ചിലപ്പം ഒരുപാട് മുകളിലേക്ക് കയറിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്ലസ് 2 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ കൂടുതൽ കൊടുത്താൽ കറക്റ്റ് ആവും. അപ്പോൾ 20 ഇഞ്ച് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അല്ലാണ്ട് ആ ഒരു കാൽക്കുലേഷൻ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഈ മോളുടെ
ഹിപ്പ് ലെങ്ത് എടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഹിപ്പ് ലെങ്ത് എടുത്താൽ അതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേങ്കിൽ നമുക്കത് എടുക്കാൻ മറന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് ചെയ്യുന്നു. അതായത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 2, ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഹിപ്പ് ലെങ്ത് വരുന്നത് ചെസ്റ്റും 25 ആയതുകൊണ്ട് അതിൻ്റെ പകുതി 12.5 ഇഞ്ചാണ് ഹിപ്പ് ലെങ്ത് വരുന്നത്. അപ്പോൾ ഹിപ്പ് ലെങ്ത് നമ്മൾ 12.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത് ആണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഹിപ്പ് ലെങ്ത് നമ്മൾ എടുത്തു, ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 2 എടുത്തു. ഇനി ഷേപ്പ് ലെങ്ത് നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യണം. ചെസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. അത് അത്രയേ ഉള്ളൂ. ഇനി ഷേപ്പിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യാം. ഷേപ്പ് വരുന്നത് നമുക്ക് 23 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ റൗണ്ട് നമ്മൾ അളവെടുത്തിട്ടുള്ളത്. അപ്പോൾ 23ൻ്റെ 4 ഭാഗം. അപ്പോൾ നമുക്ക് എത്ര വരുന്നു നോക്കാം. 23 ഹരിക്കണം 4 നമുക്ക് വരുന്നത് 5.25 അപ്പോൾ നമുക്കിവിടെ 5.25 മാർക്ക് ചെയ്തു. പ്ലസ് 3/4 ഇഞ്ച് ലൂസിന് വേണ്ടി നമ്മൾ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു. പ്ലസ് 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഹിപ്പ് നമ്മൾ അളവെടുത്തിട്ടുള്ളത് 26 ഇഞ്ചാണ്. 26 ഹരിക്കണം 4 6.5 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ 6.5 എടുത്തു. പ്ലസ് 3/4 ഇഞ്ച് ഇതേപോലെ തന്നെ എല്ലാത്തിലും ഒരേപോലെ തന്നെ പ്ലസ് 3/4 ഇഞ്ച് ലൂസും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു കർവ് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് താഴത്തോട്ട് എ ലൈൻ കട്ട് ആയതുകൊണ്ട് നമുക്ക് താഴത്തോട്ട് നേരെ ഒരു ലൈൻ വരച്ചെടുക്കാം. താഴത്തോട്ട് നമ്മൾ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കർവ് ഒരു ചെറിയൊരു കർവ് കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഇത് എത്ര ഇഞ്ച് ഉണ്ട് നോക്കാം. ഇത് നമുക്ക് 19 ഇഞ്ച് ഉണ്ട്. അപ്പോൾ അതേ 19 ഇവിടെ മാർക്ക് ചെയ്യാം. അതേ 19 ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു കർവ് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു കർവ് കൊടുത്തു. ഇനി നമുക്ക് സ്ലീവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യണം. സ്ലീവിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം ലെങ്ത് കൊടുത്താൽ അത്ര വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. 2 ഇഞ്ചിൽ കൂടുതൽ കൊടുത്താൽ ഇവിടെ ഒരു വൃത്തി ഉണ്ടാവില്ല, ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് ഇതിന് കൊടുക്കുന്നുള്ളൂ. നമ്മൾ 2 ഇഞ്ച് സ്ലീവിന് 2 ഇഞ്ച് കൊടുത്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എങ്ങനെ മാർക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ആം ഹോൾ റൗണ്ട് നമുക്ക് 6 ഇഞ്ചല്ലേ കിട്ടി. അപ്പോൾ 6ൻ്റെ -1 ആം ഹോൾ റൗണ്ടിൻ്റെ -1. അപ്പോൾ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്ത് 5 ഇഞ്ച് ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 3/4 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത പോലെ തന്നെ 3/4 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പ് തന്നെയാണ് ഇവിടെയും മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു കർവ് കൊടുക്കാം. ഇങ്ങനെ ഒരു കർവ് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യണം. അപ്പോൾ നെക്കിൻ്റെ വൈഡ് എത്രയാണ് നമ്മൾ നെക്കിനനുസരിച്ച് വൈഡ് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വി നെക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അകലത്തിൽ കൊടുക്കാം. നമ്മളൊരു 4.5 ഇഞ്ചിൽ ഒരു വി നെക്ക്, ചെറിയ മോളായതുകൊണ്ട് 4.5 ഇഞ്ച് മതി. 4.5 ഇഞ്ചിൽ നമ്മളൊരു വി നെക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4.5 ഇഞ്ചിൽ വി നെക്ക് കൊടുക്കുമ്പോൾ 2.25 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. ഇനി 2.25 ഇഞ്ച് നമ്മൾ ഇത് ഇനി 2.25 ഇഞ്ച് വി നെക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വൈഡ് കൂട്ടിയത്. ഈ നെക്കിൻ്റെ വൈഡിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ചെസ്റ്റ് അളവിൻ്റെ 12ൽ 1 ഭാഗം എടുത്താൽ നിങ്ങൾക്ക് നെക്കിൻ്റെ വൈഡ് കിട്ടും. നെക്കിൻ്റെ വൈഡ് അളക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. ചെസ്റ്റ് അളവിൻ്റെ 12ൽ 1 ഭാഗം എടുത്ത് നോക്കിയാൽ നെക്കിൻ്റെ വൈഡ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് ചെസ്റ്റ് അളവിൻ്റെ 12ൽ 1 ഭാഗം എന്ന് പറഞ്ഞാൽ 25 നമുക്ക് ചെസ്റ്റ് അളവ് കിട്ടിയതല്ലേ. അപ്പോൾ ഹരിക്കണം 12 വരുമ്പോൾ 2 ഇഞ്ച് 2.8 വരുന്നത്. അപ്പോൾ 2.8 മതി ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത്. ഇവിടെ വെട്ടുന്നില്ല, നമ്മൾ ക്യാൻവാസിൽ വെച്ച് തയ്ക്കാം. അപ്പോൾ തൽക്കാലം നമ്മളിവിടെ വെറുതെ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് സ്ലോപ്പ് 1/2 ഇഞ്ച് സ്ലോപ്പൊക്കെ ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം.
ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മാർക്കിങ് മനസ്സിലായല്ലോ അല്ലേ? ഇതൊന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ, എന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് എഴുതി കാണിക്കാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. ലൈനിങ് ഇതൊന്ന് കിട്ടുമോ നോക്കാം നമുക്ക്. എന്നത് നമുക്ക് ഇതിൻ്റെ ലൈനിങ് കൂടെ വെക്കാം. ലൈനിങ് നമുക്ക് ഒരു പകുതി ലൈനിങ് മതി. ഒരു പകുതി ലൈനിങ് ഇതൊന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഒരു ലൈനിങ് എടുത്തിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഒരു അര ഭാഗമായിട്ട് നമുക്ക് ലൈനിങ് കൊടുക്കാം. ഫുള്ളായിട്ട് കിട്ടില്ല. ഈ പീസ് തന്നെയാണ് ഞാൻ ലൈനിങ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാ ജസ്റ്റ് ഒരു ലൈനിങ്ങിനുള്ള പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ജസ്റ്റ് ഇതിൽ നിന്നൊരു ലൈനിങ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു പകുതി ഭാഗമായിട്ട് നമുക്കിനി ഇത് തയ്ച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനൊരു 2 ഇഞ്ച് വീതിയിൽ സ്ലീവിനൊരു ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ഒരളവിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യണത്. ഒരു 2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തു. രണ്ട് ഇഞ്ച് പീസിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. 2 ഇഞ്ചിൽ 2 പീസ് എടുത്തു. ഇത് സ്ലീവ് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നെക്കിനൊരു ക്യാൻവാസും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നെക്കിന് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു 4.5 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കാം. 2.25 ഇഞ്ച് നമുക്ക് വൈഡും കൂടെ കൊടുക്കാം. ഇത് 2.25 ഇഞ്ച് വൈഡ് നമ്മൾ വീനെക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര വൈഡിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു 2 ഇഞ്ച് മതി. വീനെക്ക് ആയതുകൊണ്ട് നമ്മളൊരു 3/4 ഇഞ്ച് 2.25 ഇഞ്ച് കൊടുക്കണം. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് വേണം. നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇത് നമുക്ക് തയ്യൽ തുമ്പാണ് കേട്ടോ ഈ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത്.
നമ്മൾ ആ റേഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു സ്ലോപ്പ് വരച്ചു. നമുക്ക് അതേപോലെ തന്നെ ഒരു ഇഞ്ചിൽ നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തു. നമുക്കൊരു പീസിൽ അത് അയൺ ചെയ്ത് കൊടുക്കാം. ഒരു പീസിൽ അയൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്ക് പീസിന് ഒരു ക്രോസ് പീസിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ബാക്ക് നെക്ക് ക്രോസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ വല്ലാതെ ലെങ്ത്ത് ബാക്ക് പീസിന് വല്ലാതെ ലെങ്ത്ത് കൊടുക്കില്ല കേട്ടോ. ബാക്ക് നെക്കിന് ചെറിയൊരു ലെങ്ത്തിൽ വേണം ബാക്ക് നെക്ക് തയ്ക്കാൻ. അപ്പോൾ അതിനൊരു ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ ക്രോസ് പീസ് എടുത്തു. അത്രയേ ഉള്ളൂ. നമ്മൾ ക്രോസ് പീസ് എടുത്തു. ഇത് നമ്മൾ അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമുക്കിനി സ്റ്റിച്ചിങ് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലൈനിങ് പീസിൽ കുറച്ച് ജോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നല്ല പീസ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് കൊണ്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് കുറച്ച് ജോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ലൈനിങ് പീസും നല്ല പീസും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ 4 ഭാഗവും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നമ്മൾ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ് പീസ് മൊത്തം ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസിൻ്റെയും സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കതിൻ്റെ സെൻറ്റർ നല്ല പീസിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ നേരെ മടക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് ആ സെൻറ്റർ ഭാഗം നോക്കി മടക്കി വെച്ചിട്ട് പിന്നെ അത് നിവർത്താം. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് എന്നിട്ട് സെൻറ്റർ കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ പിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ നെക്ക് തയ്ക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് സാധാരണ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ബിഗിനേഴ്സിനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോയിട്ട് നെക്കിൻ്റെ അളവിന് വ്യത്യാസമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ചെരിച്ച് സ്റ്റിച്ച് ചെയ്യാം. ക്യാൻവാസിൻ്റെ തുമ്പത്ത് കൂടെ തയ്ക്കണം. ക്യാൻവാസിൻ്റെ മുകൾക്ക് സ്റ്റിച്ച് വരരുത്. സെൻറ്റർ പോയിൻ്റ് എത്തുമ്പോൾ സെൻറ്റർ പോയിൻറ്റിൽ സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ തിരിച്ച് മുകളിലോട്ട് കൊണ്ടുവരാൻ. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ഈ പിന്നൊക്കെ ഒന്ന് ഊരിയെടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് 1/4 ഇഞ്ച് ക്ലോത്ത് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് സെൻറ്റർ പോയിൻറ്റിൽ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കാം. ഇനി നമുക്കിങ്ങനെ തിരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ പോയിൻ്റ് കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോഴാണ് ഈ നെക്ക് കറക്റ്റായിട്ട് നിൽക്കുക.
നമ്മളിങ്ങനെ മടക്കുമ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം വരുന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗത്തേക്ക് നീങ്ങാതെ ഈ പീസിൻ്റെ മുകളിൽ കൂടെ തുഞ്ചത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നെക്ക് നമ്മൾ തിരിക്കുന്ന സമയത്ത് നല്ല വൃത്തിയിൽ കിട്ടുള്ളൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് ഒന്നുകൂടെ വൃത്തിയാവും. അയൺ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. ഇനി നമുക്ക് ഇത് ലൈനിങ് പീസിൽ വെച്ചിട്ട് ഒന്നുകിൽ എമ്മിങ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പതിച്ചടിച്ച് കൊടുക്കാം. അപ്പം നമ്മളിവിടെ പതിച്ചടിച്ച് കൊടുക്കുകയാണ്. ക്യാൻവാസ് നമ്മൾ 1 ഇഞ്ച് വീതിയിലല്ലേ കട്ട് ചെയ്തത്, അപ്പോൾ ആ 1 ഇഞ്ച് വീതിയിലൂടെ നമുക്ക് ക്യാൻവാസ് അതിൽ പതിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് വൃത്തിയായി കിട്ടും. നിങ്ങൾ എപ്പോഴും ക്യാൻവാസ് തയ്ച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്തിട്ട് നെക്കൊന്ന് അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. ഇത് എമ്മിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ച് പുറത്തേക്ക് കാണില്ല. ഇത് എമ്മിങ് ചെയ്യാതെ തയ്ക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് കാണും. എന്നാലും കുഴപ്പമില്ല. ഈ വീനൊക്കെ നമുക്ക് സ്റ്റിച്ച് പുറത്തേക്ക് കണ്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ബാക്ക് നെക്ക് നമ്മൾ അത്രയ്ക്കും വീതി എടുക്കുന്നില്ല, ഇറക്ക് ലെങ്ത് എടുക്കുന്നില്ല. ഒരു 1 ഇഞ്ച് ലെങ്ത് എടുത്ത് കട്ട് ചെയ്താൽ മതി. ഒരു ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്യാം. നമ്മൾ 2.25 ഇഞ്ചാണ് വൈഡ് എടുത്തത്. അത് നമ്മൾ 1/4 ഇഞ്ച് വിട്ടിട്ട് 2.5 ഇഞ്ച് എടുക്കാം. അത്ര മതി. ഇത് ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ചടിക്കാം. നമ്മൾ 2 ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അത് രണ്ടും കറക്റ്റായിട്ട് വെച്ചിട്ട് ക്രോസ് പീസ് വെച്ച് ഇനി ബാക്ക് നെക്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ച് തയ്ച്ചു കൊടുക്കാം. ക്രോസ് പീസ് ഇങ്ങനെ രണ്ടാക്കി മടക്കി ക്രോസ് പീസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ തയ്ച്ചു കൊടുക്കാം. ജസ്റ്റ് ഇതിനെ ഒരു കട്ടിങ് കൊടുക്കാം. നെക്കൊന്ന് തിരിച്ച് മറിച്ചടിക്കാം. സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഓരത്തൊക്കെ തയ്ക്കണം. സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഓരത്തിൽ കൂടെ തയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കാം.
ബാക്കിലേക്ക് തയ്ച്ചു. ഫ്രണ്ട് ഭാഗത്തിൻ്റെ ലൈനിങ് നമ്മൾ മടക്കി തയ്ച്ചിട്ടില്ല. അപ്പം അതൊന്ന് തയ്ച്ചെടുക്കാം. നമ്മൾ ഫ്രണ്ടും ബാക്കും തയ്ച്ചു കൊടുത്തു. ഇനി നമുക്ക് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡറും ജോയിൻ ചെയ്യാം. രണ്ടും നമ്മൾ ജോയിൻ ചെയ്തു. രണ്ട് ഭാഗമൊന്നും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചീത്തഭാഗത്ത് വെച്ചിട്ട്, ചീത്തഭാഗം അതായത് നമ്മൾ ഉൾഭാഗത്ത് ഈ പീസ് നമ്മൾ 2 ഇഞ്ച് കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, ഈ പീസ് ഇങ്ങനെ വെച്ച് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ തയ്ച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് മറിച്ചടിക്കണം. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ഈ ഭാഗം ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് നഖം കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് വൃത്തിയായിട്ട് വെച്ചിട്ട് ആദ്യം ഇവിടെ ഈ തുഞ്ച ഭാഗം ഉണ്ട്, നമ്മൾ തയ്ച്ചു കൊടുത്ത ഭാഗം, അതിങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓരത്തുകൂടെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിത് ഇങ്ങനെ മടക്കി ഒരു ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചു കൊടുക്കാം. മടക്കി തയ്ച്ചു. ഇനി ഇപ്പുറത്തും അതേപോലെ നമുക്ക് തയ്ക്കാം. നമ്മൾ 2 കൈയും പീസ് വെച്ച് മടക്കി തയ്ച്ചു. ഇനി നമുക്ക് നമ്മൾ അര ഇഞ്ച് വീതിയിൽ ജസ്റ്റ് ഇതൊന്ന് ഷേപ്പ് പിടിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് അടിയും കൂടെ ഒന്ന് മടക്കിയടിക്കാം. ഒരു 1/2 ഇഞ്ചും ഒരു 2.5 ഇഞ്ച്, 1 ഇഞ്ചാണ് നമ്മൾ വിട്ടത്. അപ്പോൾ 2.5 ഇഞ്ച് അടിഭാഗം മടക്കി തയ്ച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് എത്ര ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ടെന്ന്.